മച്ചാനെ സോറി മച്ചാനെ, അർജന്റായിട്ടൊന്ന് റേഷൻ കട വരെ പോണ്ടി വന്നു. അതാ ഞാൻ ഫോൺ എടുക്കാൻ. ഞാൻ ഇപ്പൊ ഇറങ്ങാം. അന്നൊന്നില്ല, ഞങ്ങതേ കണ്ണ് കത്തിച്ച്. അയ്യേ എന്ത് കബൂർ മൈൻഡാണോ നിന്റെയൊക്കെ? ഒന്നാതെ ചട്ടി സ്പോട്ടിലാ നിക്കണം. നീ പിന്നെ പോസ്റ്റും കൂടി ഇട്ടായിരുമ്പോ ഞാൻ എന്ത് ചെയ്യണം? ഞാനൊന്നും മണ്ണെണ്ണ വാങ്ങാൻ വേണ്ടി പോയതാ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ദേ കണ്ണ് കറങ്ങി തുടങ്ങി. എന്ത് ശോകമാണ് മച്ചാനെ, അതൊന്ന് കുത്തിക്കെടുത്താൻ പാടില്ല. ഞാൻ ഇപ്പൊ വരാം, ഇപ്പൊ വരാം. ശോകമാണ്, ഇവിടെ ഇഷ്ടംമാതിരി മെമ്പേഴ്സ് ഉണ്ട്. ഞാനും ആ കൂട്ടത്തിലൊരു മെമ്പർ അല്ലേ. ചിരിപ്പിക്കല്ലേ, നീ നാളെ വാ. അടിച്ചില്ലെങ്കിൽ എനിക്ക് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റൂല മച്ചാനെ, അതുകൊണ്ടാണ് ഞാൻ വരാം. വെറുതെ വന്നിട്ടൊരു കാര്യമില്ലട്ടാ. മതിയടാ മതി. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ വന്നപ്പോ എനിക്ക് സർപ്രൈസ് തരാനല്ലേ. എനിക്ക് മനസ്സിലായി. നല്ല മണ്ട. എടാ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞേ. പോടാ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഞാൻ ദേവന്നടാ കൂട്ടാ, ദേവന്നി. ഞാൻ പറഞ്ഞല്ലേ വന്നിട്ടൊരു കാര്യമില്ലെന്ന്. എന്റെ സൈക്കിൾ പോലും ഉണ്ടായില്ലടാ, ഞാൻ ഓടിയാ വന്നത്. എന്നിട്ട് എനിക്ക് വേണ്ടി സർപ്രൈസ് ആയിട്ട് നീ കുത്തിവെച്ചത് ഈ കില്ലാണാ. എങ്ങനെ തോന്നിയടാ നിനക്ക്? ഞാനെന്ത് ചെയ്യാനാ, പറഞ്ഞല്ലേ പറഞ്ഞെന്ന്. പണ്ട് നിനക്ക് വേണ്ടി നൈസ് സേവ് ഇട്ട് ഞാൻ കാത്തിരിക്കണ ഒരു കാലം ഉണ്ടായിരുന്നു അമലേ, അതാണ്ടാ നീ മറന്നത്. പക്ഷേ നീ എന്തിനാണ് സെന്റി അടിക്കണ? ആ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കിത് കിട്ടണം. എല്ലാം എന്റെ ഭാഗത്തെ തെറ്റാ. ഞാൻ നിന്നെ ഒരു ക്ലോസ് ഫ്രണ്ട് ആയിട്ട് കണ്ടുപോയി. ഈ നിസാര കാര്യത്തിന് നീ എന്താണ് ഇങ്ങനെയൊക്കെ? എന്ത് നീ പറഞ്ഞ ലോട്ട് ഓഫ് മെമ്പേഴ്സ് ഒക്കെ എന്ത്? അവരൊക്കെ അടിയും കഴിഞ്ഞ് കൂട്ടി കയറി. അപ്പൊ എല്ലാരും ഹാപ്പി, ഞാൻ മാത്രം സിക്ക്. കൊള്ളാം. അച്ഛനെ നിനക്ക് അറിയാല, ഇത് ചട്ടി സ്പോട്ടാണ്. അതാണ് ഞാൻ നേരത്തെ കത്തിച്ചു വിട്ടത്. മനസ്സിലായി. ശരിയെന്നാ, ഇനി നമ്മ തമ്മി കാണുമെന്ന് എനിക്കറിയില്ല. എങ്ങാനും റോട്ടി വെച്ച് വല്ലപ്പോഴൊക്കെ കണ്ടാ കൈ പൊക്കി കാണിക്ക്, ഞാൻ ചിരിക്കാം. പോട്ടെ.